എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ അതിപ്രശസ്തമായ പിഷാരിക്കാവിലെ വിശിഷ്ടമായ കളിയാട്ടം മഹോത്സവമാണ്. കേരളത്തിലെ ഭദ്രകാളി ആരാധനയുടെ ഒരു പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം ഒരു സാധാരണ ആഘോഷമല്ല. ഇത് ഒരു ആത്മീയ അനുഭവവും പാരമ്പര്യത്തിൻ്റെ പ്രതീകവും സംസ്കാരത്തിൻ്റെ പ്രതിഫലനവുമാണ്. പിഷാരിക്കാവ് ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അനവധി വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കേന്ദ്രമാണ്. പുരാണ വിശ്വാസപ്രകാരം ദാരികാസുരനെ വധിച്ച ശേഷം ദേവി ഭദ്രകാളി ഇവിടെ വന്നു വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഉഗ്ര സ്വഭാവവും അതിശക്തിയും നിറഞ്ഞ ദേവിയായ ഭദ്രകാളിയെ ഭക്തർ ദോഷനിവാരണത്തിനും രോഗശാന്തിക്കും ശത്രുനാശത്തിനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ വാസ്തുവിദ്യയും പരമ്പരാഗത കലാസവിശേഷതകളും കൊണ്ട് ശ്രദ്ധേയമാണ്. പുരാതന ചുവർചിത്രങ്ങളും ശില്പകലയും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ശാന്തമായ പ്രകൃതി സൗന്ദര്യവും ഇവിടുത്തെ അന്തരീക്ഷത്തെ അതീവ ദിവ്യമാക്കുന്നു. ഈ പ്രദേശം ദിവ്യശക്തികളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിസരം അവർ ഏറെ കരുതലോടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമായ കളിയാട്ടം മലയാള മാസമായ മീനത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത്. നിരവധി ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവത്തിൽ 7-ാം ദിവസം വലിയ വിളക്ക് പ്രധാന ചടങ്ങായി നടത്തപ്പെടുന്നു. 8-ാം ദിവസം ഭംഗിയായി അലങ്കരിച്ച ആനയുടെ മുകളിൽ ദേവിയുടെ പ്രതീകമായ നന്ദകം എഴുന്നള്ളിക്കുന്നു. ഈ ആനമേളയും ചടങ്ങുകളും കേരളമൊട്ടാകെ പ്രസിദ്ധമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ ഇല്ലെങ്കിലും ജനപ്രചാരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകൾ പറയുന്നു. ഒരു ജനസമൂഹത്തിൻ്റെ പാലായനത്തിൻ്റെ കഥയാണ് ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനം. പണ്ടുകാലത്ത് വൈശ്യജാതിക്കാരായ ചില കുടുംബങ്ങൾ അന്യദേശങ്ങളിൽ നിന്ന് തെക്കൻ കൊല്ലത്തെത്തി താമസിച്ചു. അവർ സമ്പന്നരായ വ്യാപാരികളായിരുന്നു. അവരിൽ ഒരു ഭക്തൻ ദൈവവിശ്വാസത്തിൽ ആഴമായി മുങ്ങി ഭഗവതിയെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ചു. ഭഗവതി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു: നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിന്റെ തലയ്ക്കരികിലുള്ള നന്ദകമെടുത്ത് സ്വദേശത്തേക്ക് പോവുക. നീ അത് വെച്ച് എന്നെ പൂജിച്ചാൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരാം. ഞാൻ നിനക്കൊപ്പമുണ്ടെന്ന് ഉറപ്പോടെ വിശ്വസിക്കുക. ഭക്തൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ തലയ്ക്കരികിൽ ഒരു ദിവ്യവാൾ നന്ദകം കാണപ്പെട്ടു. ഇത് ഭഗവതിയുടെ അനുഗ്രഹമാണെന്ന് ഉറപ്പിച്ച് അദ്ദേഹം അതെടുത്ത് സ്വദേശത്തേക്ക് പോയി. തെക്കൻ കൊല്ലത്തെത്തിയ ശേഷം ക്ഷേത്രം പണിയാതെ ഒരു പീഠത്തിൽ നന്ദകം അവിടെ സ്ഥാപിച്ച് ദേവിയെ അവിടെ സാന്നിധ്യമായി പൂജിക്കാൻ തുടങ്ങി.
കാലക്രമേണ ആ സ്ഥലം പിഷാരിക്കാവ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഭഗവതിയുടെ അനുഗ്രഹത്തോടെ വൈശ്യവ്യാപാരികൾ വലിയ സമ്പന്നരായി വളർന്നു. അവർ കപ്പലുകളുടെ ഉടമകളായി വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അവരുടെ സമ്പത്ത് വർദ്ധിച്ചതോടെ രാജാവിനൊപ്പം നികുതി സംബന്ധമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. രാജാവ് കൂടുതൽ നികുതി ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്ന് രാജാവ് അവരെ രാജ്യം വിട്ടുപോകാൻ നിർബന്ധിതരാക്കി. അതിനാൽ 8 വൈശ്യ കുടുംബങ്ങൾ അവരുടെ സമ്പത്തുകളുമായി വടക്കോട്ട് ജലമാർഗം യാത്ര തിരിച്ചു. അവർ ഭഗവതിയെ നന്ദകത്തിൽ ആവാഹിച്ച് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. മറ്റുള്ള കുടുംബങ്ങൾ തെക്കോട്ട് യാത്രയായി. വടക്കോട്ട് യാത്ര തിരിച്ച വൈശ്യ കുടുംബങ്ങൾ അവരുടെ യാത്രക്കിടയിൽ ഒരു അതിശയകരമായ കാഴ്ച കണ്ടു. ഒരു തീരപ്രദേശത്ത് സാധാരണയായി ഒരുമിച്ചു കാണാൻ സാധിക്കാത്ത പശുക്കളും പുലികളും സമാധാനത്തോടെ ഒരേ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച അവർ കണ്ടു. ഇതൊരു ദിവ്യ സൂചനയാണെന്ന് അവർ വിശ്വസിച്ചു. ആ പ്രദേശത്തിൻ്റെ പവിത്രതയും അസാധാരണ ശക്തിയും മനസ്സിലാക്കിയ അവർ അവിടെ തന്നെ കരയ്ക്കിറങ്ങി താമസം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഭഗവതിയുടെ സാന്നിധ്യം അവിടെ സ്ഥാപിക്കാൻ ഇത് യോജിച്ച സ്ഥലമാണെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ അവർ കൊണ്ടുവന്ന ദിവ്യചിഹ്നമായ നന്ദകം അവിടെ പ്രതിഷ്ഠിച്ച് ആരാധന ആരംഭിച്ചു. ഇന്നും പിഷാരിക്കാവ് ടെമ്പിളിലെ ശ്രീകോവിലിൽ നന്ദകം വിശേഷമായി പൂജിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ചത് പ്രസിദ്ധ തന്ത്രി കാട്ടുമാടം നമ്പൂതിരിയാണ്. വൈശ്യ കുടുംബങ്ങൾ 8 തറവാടുകളിലായി വിഭജിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസം ആരംഭിച്ചു. ഇവരാണ് ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ അഥവാ ഉടമകളായി പരിഗണിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ്. ദേവി സപ്തമാതൃക്കളോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ദേവിയുടെ ഇടതുവശത്ത് അമ്മയുടെ ശക്തിയുടെ പ്രതീകമായി കരുതപ്പെടുന്ന നന്ദകം ആരാധിക്കപ്പെടുന്നു. ശിവന്റെയും ഭദ്രകാളിയുടെയും സന്നിധികൾ വ്യത്യസ്ത ദിശകളിലായാണ് ദർശനം. എന്നാൽ ക്ഷേത്രത്തിലെ ചില പ്രവേശന മാർഗങ്ങളിൽ പരമ്പരാഗതമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിൽ ഗണപതിയും ശാസ്താവും ഉപദേവന്മാരായി ആരാധിക്കപ്പെടുന്നു. ഇവിടെ പ്രധാനമായി നടക്കുന്ന ഒരു പ്രത്യേക അനുഷ്ഠാനമാണ് ഗുരുതി. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കാണുന്ന ഈ ചടങ്ങ് ഇവിടെ ഗുരുതി അല്ലെങ്കിൽ കുരിശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരുതി എന്നത് രക്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇപ്പോൾ ഈ ചടങ്ങിൽ മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന് രക്തനിറമുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് പൂജ നടത്തുന്നത്. പണ്ടുകാലത്ത് ചില സ്ഥലങ്ങളിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് ജീവബലി നൽകിയിരുന്നുവെന്നാണ് വിശ്വാസം. പുരാണങ്ങളിൽ പറയുന്നത് പോലെ ആദിപരാശക്തി രക്തപിശാചായ അസുരനെ നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ട സ്മരണയായാണ് ഈ അനുഷ്ഠാനം നടത്തപ്പെടുന്നത്. ആ അസുരൻ ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. അവന്റെ രക്തം ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളിയും പുതിയ അസുരന്മാരായി മാറുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദേവി ഭീകരമായ കാളീരൂപം സ്വീകരിച്ചു.
അവനെ നേരിട്ട് ആക്രമിച്ച് അവൻ്റെ രക്തം ഒരു തുള്ളി പോലും നിലത്തേക്ക് വീഴാതെ സ്വന്തം നാവിൽ ഏറ്റുവാങ്ങി കുടിച്ച് അവനെ സംഹരിച്ചു എന്നാണ് ദേവി മഹാത്മ്യം വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവിയെ രക്തപ്രിയയായി വിശേഷിപ്പിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ ഇന്നും ഗുരുതി ഒരു പ്രധാന ചടങ്ങായി നടത്തപ്പെടുന്നത്. പിഷാരിക്കാവിലെ ഒരു പ്രധാന വഴിപാടാണ് വലിയ വട്ടളം ഗുരുതി. കേരളത്തിലെ മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി സവിശേഷതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പ്രത്യേക വർഗത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ മാത്രമല്ല, പണ്ടുകാലം മുതൽക്കു തന്നെ എല്ലാ വിഭാഗക്കാരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ ക്ഷേത്രമാണ് എന്നതാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആചാരങ്ങളിലും ചടങ്ങുകളിലും വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക ചുമതലകൾ നൽകുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ആരാധന കേന്ദ്രം മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു സാംസ്കാരിക വേദിയാണ്. ഇതിലൂടെ പരസ്പര ബഹുമാനവും അംഗീകാരവും നൽകുന്ന ഒരു സമന്വയ സമൂഹ വ്യവസ്ഥ ഇവിടെ നിലനിന്നു വരുന്നു. പിഷാരിക്കാവിലെ വാർഷിക മഹോത്സവം കളിയാട്ട മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കളിയാട്ടം എന്നത് ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട മതപരമായ ഒരു അനുഷ്ഠാനമാണ്. പഴമയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ചേർന്ന ഈ ഉത്സവം ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക ചൈതന്യത്തെ, പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഉത്സവത്തിന് തുടക്കമിടുന്നത് കുംഭമാസത്തിലെ 10-ാം തീയതിയുള്ള കൊടിയേറ്റത്തോടെയാണ്. അതിനു മുമ്പായി പ്രത്യേക ചടങ്ങായ കളിയാട്ട മഹോത്സവം കുറിക്കൽ ചടങ്ങ് നടത്തപ്പെടുന്നു. ഈ ചടങ്ങ് സാധാരണയായി ഞായർ, ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്നു. ചേമഞ്ചേരി പ്രദേശത്തെ പത്തേമൽ കുടുംബത്തിൻ്റെ കാരണവനായ നമ്പീശനാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. കളിയാട്ടം സാധാരണയായി മീനമാസത്തിലാണ് നടത്തുന്നത്. എന്നാൽ ഓരോ വർഷവും നിശ്ചിത ദിവസമെന്നില്ല, ഓരോ കൊല്ലവും അനുയോജ്യമായ ദിവസം പ്രത്യേകം തീരുമാനിക്കുകയാണ് പതിവ്. കുംഭമാസത്തിലെ 10-നോ അതിനടുത്തുള്ള ദിവസങ്ങളിലോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാരണവരുടെ സാന്നിധ്യത്തിൽ ഊരാളന്മാരുടെ സഹകരണത്തോടെ പ്രശ്നം നോക്കി ഉത്സവ തീയതി നിശ്ചയിക്കുന്നു. എന്നാൽ ആ ദിവസം തന്നെ ഉത്സവത്തിന്റെ മുഹൂർത്തം പ്രഖ്യാപിക്കാറില്ല.
അന്ന് രാത്രി അത്താഴപൂജ കഴിഞ്ഞ ശേഷം ക്ഷേത്ര പരിസരത്ത് ഒരുക്കങ്ങൾ നടക്കുമ്പോൾ പിഷാരടി കുടുംബത്തിലെ ഒരംഗം കാളിയാട്ടത്തിൻ്റെ മുഹൂർത്തം ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ഇത് ഉത്സവത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമായി കരുതപ്പെടുന്നു. ആ നിമിഷം മുതൽ തന്നെ ആഘോഷങ്ങളുടെ ആത്മീയമായ ഉണർവ് ആരംഭിക്കുന്നു. നിത്യവും തന്നെ വന്ന് തൊഴുത് പോകുന്ന ഭക്തരെ കാണാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ദേവി തിരുമുറ്റത്തെത്തുന്നു. അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ സമയത്ത് ഭക്തരുടെ മനസ്സ് ഭക്തിയും ആനന്ദവും നിറഞ്ഞ ഒരു ദൈവിക അനുഭവമായി മാറുന്നു. സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് നന്ദകത്തിൽ ആവാഹിച്ച ദേവിയെ എഴുന്നള്ളിക്കുന്നത് കാണാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുന്നു. തൻ്റെ ഭക്തർക്ക് മതിവരുവോളം ദർശനം നൽകിയ ശേഷം ദേവി നാട് മുഴുവൻ എഴുന്നള്ളി ഓരോ വീടുകളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും തൻ്റെ അനുഗ്രഹം പകരുന്നു. ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഈ മഹോത്സവം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അതുല്യമായ പ്രതീകമാണ്. തിരുമുറ്റത്തിന് ചുറ്റും ഏറെ നേരം വലം വെച്ച ശേഷം ഭക്തജനങ്ങൾക്ക് മതിവരുവോളം ദർശനം നൽകി ദേവി നാട് മുഴുവൻ അനുഗ്രഹിക്കാനായി മഹത്തായ എഴുന്നള്ളിപ്പിന് തുടക്കം കുറിക്കുന്നു.
സ്വർണ്ണ നെറ്റിപ്പട്ടം അലങ്കരിച്ച ആനപ്പുറത്ത് ദേവിയെ മഹിമയോടെ വഹിച്ച് ഇരുവശങ്ങളിലും വെള്ളി നെറ്റിപ്പട്ടം അണിഞ്ഞ മഹത്തായ ആനകളുടെ സാന്നിധ്യത്തിൽ ആ ദിവ്യയാത്ര ആരംഭിക്കുന്നു. ആ കാഴ്ച ഭക്തരുടെ മനസ്സിൽ ഭക്തിയും വിശ്വാസവും നിറയ്ക്കുന്ന അപൂർവ അനുഭവമായി മാറുന്നു. കുടുംബവും സമൂഹവും ഒത്തുചേരുന്ന ഈ മഹോത്സവത്തിൽ ഓരോ ഹൃദയത്തിലും ഭക്തിയുടെ ദീപം തെളിയുന്നു. ഈ ദിവ്യ എഴുന്നള്ളിപ്പ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അതുല്യമായ ഒരു ബന്ധത്തിൻ്റെ പ്രതീകമായി മാറുന്നു. സ്ത്രീകളുടെ ഭക്തിയും സമർപ്പണവും നിറഞ്ഞ ഒരു വിശിഷ്ട ആചാരമാണ് 1000 തിരി ദീപാരാധന. രണ്ടു ദിവസം വ്രതമെടുത്ത ശേഷം സ്വന്തം കൈകളാൽ തയ്യാറാക്കിയ ആയിരക്കണക്കിന് തിരികൾ ഒരുമിച്ച് ചേർത്ത് അവർ ദീപം തെളിയിക്കുന്നു. ആ ദീപങ്ങളുടെ പ്രകാശം ഒരു ദൈവികമായ ചൈതന്യമായി ആ പ്രദേശം മുഴുവൻ നിറയ്ക്കുന്നു. ദേവി എഴുന്നള്ളുന്ന സമയത്ത് ആ ദീപങ്ങളിൽ നിന്ന് വെളിച്ചം കൈമാറി അമ്മയുടെ അനുഗ്രഹം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു ആത്മീയമായ അനുഭവമാണ് ഈ ചടങ്ങ്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐക്യവും ഭക്തിയും ഒരുമിച്ച് കാണിക്കുന്ന ഈ കാഴ്ച ഹൃദയം നിറയ്ക്കുന്ന ഒരു ദൈവിക അനുഭവമായി മാറുന്നു. അജ്ഞാനത്തെ നീക്കുന്നതിനും ദൈവിക ശക്തിയെ വരവേൽക്കുന്നതിനും ശുഭവും സമൃദ്ധിയും വരുത്തുന്നതിനും സ്ത്രീകൾ ഒരുമിച്ച് തിരി തയ്യാറാക്കി ദീപാർച്ചന നടത്തുന്നു. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും ദോഷനിവാരണത്തിനും വേണ്ടിയാണ് ഈ ദീപാർച്ചന. വടക്കൻ കേരളത്തിൻ്റെ ആത്മാവിൽ മുഴങ്ങുന്ന ഒരു ദൈവിക സ്പന്ദനമാണ് പിഷാരിക്കാവ് ടെമ്പിൾ. കാലം മാറിയാലും വിശ്വാസം മാറാത്ത ഒരു പുണ്യസ്ഥലം. ഭക്തർ ഹൃദയത്തോടെ വിളിക്കുമ്പോൾ അമ്മ അതിന് മറുപടി നൽകുന്ന സ്ഥലം. കാലം മാറിയാലും വിശ്വാസം മാറാത്ത ഒരു പുണ്യസ്ഥലം. ഭക്തർ ഹൃദയത്തോടെ വിളിക്കുമ്പോൾ അമ്മ അതിന് മറുപടി നൽകുന്ന സ്ഥലം. ഇവിടെ അമ്മ ഭഗവതി ഒരു പ്രതിമയായി മാത്രമല്ല, ഓരോ ശ്വാസത്തിലും അനുഭവിക്കാവുന്ന ഒരു ശക്തിയായി വാഴുന്നു. ഉത്സവരാത്രികൾ തുടങ്ങുമ്പോൾ, ചെണ്ടമേളത്തിൻ്റെ മുഴക്കം ആകാശം കീറുമ്പോൾ, ദീപങ്ങളുടെ പ്രകാശം ഇരുട്ടിനെ കീഴടക്കുമ്പോൾ അവിടെ ഒരു ദൈവിക ലോകം തുറക്കുന്നു. കളിയാട്ടം ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ അതൊരു കലാപ്രകടനം മാത്രമല്ല, അത് ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങുന്ന ഒരു അനുഭവമാണ്. ആനപ്പുറത്ത് സ്വർണ്ണനെറ്റിപ്പട്ടം അലങ്കരിച്ച് ഇരുവശങ്ങളിലും മഹത്വത്തോടെ നിൽക്കുന്ന ആനകളോടൊപ്പം അമ്മയുടെ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോൾ
ഓരോ ചുവടും ഭൂമിയെ അനുഗ്രഹിക്കുന്നു. ഓരോ നോട്ടവും ഭക്തന്റെ ജീവിതം മാറ്റുന്നു. പ്രകൃതിയും ദീപങ്ങളും ചെണ്ടമേളവും ഭക്തിയും ഒന്നിച്ചപ്പോൾ പിഷാരിക്കാവ് ഒരു ദൈവിക അനുഭവമായി മാറുന്നു. ഇവിടെ ദൈവം ദൂരെയല്ല, അമ്മ നമ്മുടെ സ്വന്തം പോലെ അനുഭവപ്പെടുന്നു. രാത്രി വീഴുമ്പോൾ ഇവിടെ ഒരു ദൈവിക ലോകം തുറക്കുന്നു. ദീപങ്ങളുടെ പ്രകാശം ഇരുട്ടിനെ മാത്രമല്ല, മനുഷ്യൻ്റെ ദുഃഖങ്ങളെയും കീഴടക്കുന്നു. ചെണ്ടമേളം മുഴങ്ങുമ്പോൾ ഹൃദയം തന്നെ ഭക്തിയാകുന്നു. ദീപങ്ങൾ വെളിച്ചമല്ല, ഭക്തരുടെ പ്രാർത്ഥനകളുടെ ജ്വാലയാണ്. ഓരോ തിരിയും ഒരു പ്രാർത്ഥനയാണ്. 1000 ദീപങ്ങൾ തെളിയുമ്പോൾ ഒരു ദൈവിക സമുദ്രം പിറക്കുന്നു. രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ച് ആകാശം മുഴുവൻ പ്രകാശത്തോടെ നിറച്ച് അതിഗംഭീരമായ വെടിക്കെട്ട്. ഒരു ശബ്ദമല്ലാതെ ഭക്തിയുടെ ഉച്ചത്തിൽ പൊട്ടുന്ന ഒരു ദൈവിക പ്രഖ്യാപനം. ഓരോ പൊട്ടിത്തെറിയിലും ആകാശം തന്നെ അമ്മയുടെ മഹത്വം വിളിച്ചോതുന്നത് പോലെ തോന്നുന്നു. നിറങ്ങളാൽ നിറഞ്ഞ ആ പ്രകാശരേഖകൾ ഭക്തരുടെ മനസ്സിലെ സന്തോഷം പോലെ ആകാശത്ത് വിടർന്നുയരുന്നു. ആ നിമിഷങ്ങളിൽ ഭൂമിയും ആകാശവും ഒന്നാകുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നു.
ഇരുട്ടിനെ കീഴടക്കുന്ന ഓരോ പ്രകാശവും ഒരു അനുഗ്രഹമായി തോന്നുന്നു. ആകാശത്ത് വിരിയുന്ന ഓരോ നിറവും ഭക്തരുടെ സന്തോഷത്തിൻ്റെ പ്രതിഫലനം. ആ ശബ്ദത്തിൽ പോലും ഒരു ദൈവിക താളമുണ്ട്. കളിയാട്ടം ആരംഭിക്കുന്ന നിമിഷം ദൈവം ഭൂമിയിൽ ഇറങ്ങുന്നു. ഇതൊരു കലാപ്രകടനമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരു ദർശനം, ഒരു അനുഗ്രഹം, ഒരു ജീവിതം മാറ്റുന്ന നിമിഷം. ഇത് കാണാൻ വന്നവർ അത് അനുഭവിച്ചാണ് മടങ്ങുന്നത്. ഇവിടെ സമയം നിൽക്കുന്നു, അനുഭവം മാത്രം മുന്നോട്ട് പോകുന്നു. പിഷാരിക്കാവ് കാണേണ്ട സ്ഥലമല്ല, അനുഭവിക്കേണ്ട ശക്തിയാണ്. അമ്മയുടെ അനുഗ്രഹം ജീവിതം മുഴുവൻ കൂടെയുണ്ടാകും. ഇവിടെ ഒരു രാത്രി ജീവിതം മുഴുവൻ മറക്കാനാവാത്ത അനുഭവം. ഇവിടെ ആരും ഒറ്റയ്ക്കല്ല, എല്ലാവരും അമ്മയുടെ മക്കൾ. ആയിരങ്ങൾ ഒരുമിച്ച്, ഒരു വിശ്വാസം, മുഖങ്ങളിൽ പ്രകാശം, കണ്ണുകളിൽ ഭക്തി, കൈകൾ ഉയരുന്നത് പ്രാർത്ഥനയ്ക്ക്, ഹൃദയം തുറക്കുന്നത് അമ്മയ്ക്ക്. അതിമനോഹരമായ ചടങ്ങുകൾക്കൊപ്പം 1000 തിരി കത്തിച്ച് ഓരോ സ്ത്രീയും, ഉരുളിയിൽ 1000 തിരി കത്തിച്ച് ഓരോ സ്ത്രീയും അമ്മയ്ക്ക് ഒപ്പം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ തിരിയും തെളിയുമ്പോൾ ജീവിതത്തിൻ്റെ ഇരുട്ടുകൾ നീങ്ങുന്നു എന്നാണ് വിശ്വാസം. ഓരോ സ്ത്രീകളുടെയും കയ്യിൽ 1000 ദീപങ്ങൾ തെളിയുമ്പോൾ അവിടെ ഒരു പ്രകാശ സമുദ്രം പിറക്കുന്നു. ആ പ്രകാശത്തിൽ ഭക്തരുടെ കണ്ണുകൾ നിറയ്ക്കുന്നത് പ്രതീക്ഷയാണ്, ഹൃദയങ്ങളിൽ നിറയുന്നത് വിശ്വാസമാണ്. ദേവി എഴുന്നള്ളുന്ന നിമിഷത്തിൽ ആ ദീപങ്ങളിൽ നിന്ന് വെളിച്ചം കൈമാറുമ്പോൾ അതൊരു ചടങ്ങല്ല,
അമ്മയുടെ അനുഗ്രഹം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷമാണ്. ക്ഷേത്രത്തിൻ്റെ കവാടം കടന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങുന്ന ആ നിമിഷം മുതൽ അതൊരു യാത്രയല്ല, ഒരു അനുഗ്രഹത്തിൻ്റെ പ്രവാഹമാണ്. ഇനി അമ്മ ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല, സ്വന്തം മക്കളെ കാണാൻ നാട്ടിലേക്ക് ഇറങ്ങുന്ന അമ്മയാണ്. നാട്ടിൻ്റെ വഴികളിലൂടെ, വീടുകൾക്ക് മുന്നിലൂടെ അമ്മ സഞ്ചരിക്കുമ്പോൾ ഓരോ വീടും ഒരു ക്ഷേത്രമായി മാറുന്നു, ഓരോ വഴിയും ഒരു പുണ്യപഥമായി മാറുന്നു. വീടുകളുടെ മുന്നിൽ തെളിയുന്ന ദീപങ്ങൾ, കാത്തു നിൽക്കുന്ന കണ്ണുകൾ, കൈകൾ ചേർത്ത് നിൽക്കുന്ന ഭക്തർ. അതൊരു വരവേൽപ്പല്ല, ഹൃദയം തുറന്ന് അമ്മയെ സ്വീകരിക്കുന്ന നിമിഷമാണ്. അമ്മ വാതിൽക്കൽ എത്തുമ്പോൾ അതൊരു ദർശനം മാത്രമല്ല, അമ്മ സ്വന്തം വീട്ടിലേക്കെത്തിയ അനുഭവം. ആ നിമിഷത്തിൽ കണ്ണുനീർ പോലും പ്രാർത്ഥനയായി മാറുന്നു, ഹൃദയം പോലും വാക്കുകൾ മറക്കുന്നു. അമ്മ ഓരോ വീടുകളിലൂടെയും കടന്നു പോകുമ്പോൾ അനുഗ്രഹം അവിടെ വസിക്കാൻ തുടങ്ങുന്നു. അമ്മ കടന്നു പോകുന്നിടത്ത് ശൂന്യത ഇല്ലാതാകുന്നു. ക്ഷേത്രത്തിലിരുന്ന ദേവി ഇപ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്ന അമ്മയായി മാറുന്ന നിമിഷം. ഇത്രയും നിമിഷങ്ങൾ, ഇത്രയും കാഴ്ചകൾ, ഇത്രയും അനുഭവം. ഇവിടെ എത്തിയത് ഒരു യാത്രയായിരുന്നു, പക്ഷേ മടങ്ങുന്നത് ഒരു അനുഗ്രഹവുമായി ആണ്. ദീപങ്ങളുടെ പ്രകാശം മങ്ങിപ്പോയാലും, ചെണ്ടമേളത്തിൻ്റെ ശബ്ദം നിശബ്ദമായാലും, ആ അനുഭവം, ആ ഭക്തി, ആ ദൈവിക സ്പർശം ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. അമ്മയുടെ ഒരു ദർശനം, ഒരു നോട്ടം, ഒരു അനുഗ്രഹം ഒരു ജീവിതം മുഴുവൻ മാറ്റാൻ മതിയാകും. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മം ച പാലയ പാലയ. ഇത് കാണാൻ മാത്രമുള്ള സ്ഥലമല്ല, അനുഭവിക്കാനുള്ള ശക്തിയാണ്. അമ്മ വിളിച്ചാൽ മാത്രം ഇവിടെ എത്താം. വന്നവർ ശൂന്യമായി മടങ്ങില്ല. അമ്മയുടെ അനുഗ്രഹം ജീവിതം മുഴുവൻ കൂടെയുണ്ടാകും. വളരെ ആഗ്രഹിച്ചിട്ടും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്കും, അസുഖമായതുകൊണ്ട്, വാർദ്ധക്യസഹജമായ കാരണങ്ങൾ കൊണ്ട് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും, കുടുംബധർമ്മത്തെയും, മൂല്യങ്ങളെയും, നമ്മളെ തന്നെയും ദേവിയുടെ കാവലിൽ നമുക്ക് ഏൽപ്പിക്കാം. ഐതിഹ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അമ്മയെപ്പറ്റിയും പിഷാരിക്കാവിനെ പറ്റിയും പറയാൻ. ഞാൻ എനിക്കറിയാവുന്ന ചെറിയ അറിവ് നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഈ വർഷം എനിക്ക് ഇവിടെ പങ്കെടുക്കാനും അമ്മയുടെ ദർശനം ലഭിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചു. ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും അമ്മയുടെ ദർശനം കിട്ടാനും ഉത്സവത്തിന് പങ്കെടുക്കാനും കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം.